ഇത് കോൺഗ്രസ്സുകാർ ഇപ്പം ഭരിക്കുകയാണെങ്കിൽ ഞാൻ ഇത് തന്നെ പറയും. 2 തവണ ഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രതിപക്ഷത്തിരിക്കേണ്ട സമയമായി. പ്രതിപക്ഷത്തിരിക്കുന്നത് നല്ലതാണ് പാർട്ടികൾക്കെന്നാണ് എൻ്റെ ഒരു മുമ്പെയുള്ള കാഴ്ചപ്പാട്. കാരണം അത് ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ്. ജനാധിപത്യത്തെ ജനാധിപത്യമാക്കുന്നത് പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തിൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത്, വീഴ്ചകൾ കണ്ടുപിടിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതൊക്കെ തന്നെ. അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നത് ശക്തി കൂടാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം, അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം, ഞങ്ങൾ അജയ്യരാണെന്നുള്ള തോന്നലിലേക്ക് നയിച്ചേക്കാം. അത് പാർട്ടികൾക്കുണ്ടാകേണ്ട വിനയം, ജനങ്ങൾക്ക് മുമ്പിലുള്ള വിനയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഇല്ലാതാക്കുന്നതിന് കാരണമാകാനുള്ള ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പാർട്ടിയായാലും ഈ നിരന്തരമായ ഭരണം എന്നുള്ളത് ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ച് നല്ലൊരു ആശയമല്ല. അത് ഞാൻ പറഞ്ഞത് ബംഗാളിലെ അനുഭവം കൂടി മനസ്സിൽ വെച്ചിട്ടാണ്. എങ്ങനെയാണ് പലപ്പോഴും പാർട്ടി പോലും ആഗ്രഹിക്കാത്ത ആളുകളും പ്രവർത്തകരുമൊക്കെ അതിലേക്ക് കടന്നു വരുന്നത്. അവർ ക്രമേണ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഈ സംവിധാനമൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ബംഗാളിൽ വളരെ വ്യക്തമായിട്ട് കണ്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ആ തരത്തിലൊരു തകർച്ച ഇടതുപക്ഷത്തിന് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് കൂടുതലായിട്ട് പ്രതിപക്ഷത്തിരിക്കാനുള്ള തയ്യാറാകണം. പ്രതിപക്ഷത്തിരുന്നുകൊണ്ടുള്ള സജീവമായ പ്രവർത്തനം നടത്താൻ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിലെ അവസ്ഥയിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കം BJP അടക്കമുള്ള ആളുകൾ പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, പോയി എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വീണ്ടും ഒരു ഭരണം കൂടി വന്നാൽ അവസരവാദികളായ ധാരാളം ആളുകൾ ഇടതുപക്ഷത്ത് ചേരുകയും സ്വന്തം കാര്യങ്ങൾ സ്വാധിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യാനിടയുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ സ്വാഭാവികമായും പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ഇല്ലാതാവുകയും അത് ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകലുകയും ചെയ്യും. അത് ആ സാധ്യത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വിപൽക്കരമായൊരു സാധ്യതയാണ്. ഏത് ജനകീയ പാർട്ടിയെ സംബന്ധിച്ചും വിപൽക്കരമായൊരു സാധ്യത. ഈ ആഗോളീകരണത്തിന്റെ കാലത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി CPIM മാറി എന്നുള്ളതാണ് പൊതു വിമർശനം. പല ബുദ്ധിജീവി കേന്ദ്രങ്ങളിൽ നടക്കം വരുന്നത്. അങ്ങനെ ഒരു വിമർശനം കാമ്പുണ്ടായി തോന്നുന്നു. ഇല്ല, നേരെ മറിച്ച് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി മാറുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി വേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോഴും സായുധ വിപ്ലവത്തെ പറ്റിയോ അല്ലെങ്കിൽ ഈ റഷ്യയിലോ ചൈനയിലോ ഒക്കെ നടന്ന പോലൊരു വിപ്ലവം ഇന്ത്യയിൽ നടക്കുമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അതിലെന്തോ കാപട്യമുണ്ട്. 2 തരത്തിലുള്ള അപകടങ്ങൾ അതിലുണ്ട്. ഒന്ന്, ആ വിപ്ലവങ്ങളെല്ലാം എങ്ങോട്ട് നയിച്ചു എന്ന് നമുക്കറിയാം. സോവിയറ്റ് യൂണിയൻ തകർന്നു പോയതിനെപ്പറ്റി നമുക്കറിയാം. അവിടെ സ്റ്റാലിനിസം ഉണ്ടായി, അതിനെ തുടർന്ന് ഏകാധിപത്യവും ഭീതിയും ഉണ്ടായി, അതിനെ തുടർന്ന് ഭാഷകളുടെയും പ്രാദേശിക സംസ്കാരങ്ങളുടെയും അടിച്ചമർത്തലുണ്ടായി. അങ്ങനെ സോവിയറ്റ് യൂണിയൻ സ്വാഭാവികം എന്ന പോലെ തകർന്നു. ചൈനയാണെങ്കിൽ ഇന്നൊരു ബദൽ സാമ്രാജ്യ ശക്തിയായി ഉയർന്നു വരികയും ചെയ്യുന്നു. അപ്പോൾ ആ തരത്തിൽ ഒരു വിപ്ലവം നടന്നാലുണ്ടാകാൻ നമ്മൾ കണ്ട സാധ്യതകൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. നമുക്ക് ക്യൂബയെ പറ്റിയോ വിയറ്റ്നാമിനെ പറ്റിയൊക്കെ പറയാൻ, ചെറിയ രാജ്യങ്ങളെപ്പറ്റി ഇപ്പോഴും ഒരു കമ്മ്യൂണിസത്തിൻ്റെ ചില ഘടകങ്ങൾ നിലനിൽക്കുന്ന, പക്ഷേ വലിയ രാജ്യങ്ങൾ ക്രമേണ തകർന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് സായുധ വിപ്ലവമല്ല വേണ്ടത്, ശരിയായ അർത്ഥത്തിലുള്ള കാരണം സോഷ്യൽ ഡെമോക്രസി എന്നുള്ളത് പലപ്പോഴും അക്കാദമി പ്രസിഡന്റ് KS അച്യുതാനന്ദൻ സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.